കേരളത്തിൻ്റെയും ലോകമാകെയുള്ള മലയാളികളുടെയും ഹൃദയം കവർന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത മഹത്തായ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പിതമായ പ്രവർത്തനത്തിൽ കേരളം കണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ വിളിച്ച് ഒന്ന് ആദരിക്കണം എന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത്. ആ ആദരവിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തണം എന്ന് നിശ്ചയിച്ചത്. ക്യാബിനറ്റ് ഉള്ളതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്. അഭിനന്ദനം എന്നതിനേക്കാൾ ഇതൊരു ആദരവാണ്. കോർപ്പറേഷനും സർക്കാരും ചേർന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആദരവാണ്. ഇവിടെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞു, സാധാരണഗതിയിൽ സാധ്യമാകാത്ത ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടെയും ആത്മസമർപ്പണത്തോടെയും നിങ്ങൾ പ്രവർത്തിച്ചത് എന്നത്. വേണമെങ്കിൽ പകരം ആളുണ്ടായിട്ടും ഞങ്ങൾ കഴിയാവുന്നിടത്തോളം ചെയ്യാം എന്ന് പറഞ്ഞത് ആ പ്രതിബദ്ധതയുടെ ഒരു തെളിവാണ്. അത് ലോകം മുഴുവൻ കണ്ടതാണ്. ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് മലയാളികൾ ഹൃദയം കൊണ്ട് എത്രയോ പൂച്ചെണ്ടുകൾ നിങ്ങൾക്ക് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരനുഭവം ഇവിടെ ഫയർഫോഴ്സ് മേധാവി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. അനേക അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാം. ഇതാദ്യമായിട്ടല്ല ഫയർഫോഴ്സ് ഇത്തരത്തിലുള്ള ഒരു ഹൃദയം കവരുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 2023 മാർച്ചിലാണ് ബ്രഹ്മപുരത്തെ തീപിടുത്തമുണ്ടായത്. ബ്രഹ്മപുരം തീപിടുത്തം തീ അണയ്ക്കാൻ 12 ദിവസം വേണ്ടിവന്നു. ആ 12 ദിവസവും സമാനമായ പ്രതിബദ്ധതയോടുകൂടി ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരാണ്, ഫയർഫോഴ്സ് അംഗങ്ങളാണ് അന്ന് പ്രവർത്തിച്ചത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ തീ അണയ്ക്കാനുള്ള പ്രവർത്തനമായിരിക്കും നടന്നിട്ടുണ്ടാവുക. കൊടും ചൂടിൽ വലിയ മാലിന്യമല സൃഷ്ടിച്ച പുകയ്ക്കിടയിൽ 12 ദിവസമാണ് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചത്. അവരെയും ഇതുപോലെ ഞാൻ തന്നെ കൊച്ചിയിൽ ചെന്ന് അന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സന്തോഷമുണ്ട്. അന്നത്തെ ബ്രഹ്മപുരമല്ല ഇന്നത്തെ ബ്രഹ്മപുരം. ഒരു വർഷം കൊണ്ട് 40% ബയോമൈനിങ് പൂർത്തിയാക്കി ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. മാലിന്യം നീക്കിക്കഴിഞ്ഞു. ശാസ്ത്രീയമായി മാലിന്യം നീക്കിക്കഴിഞ്ഞു. ബാക്കി പ്രവർത്തനം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ആ തീപിടുത്തത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചി നഗരത്തിൽ വളരെ പ്രകടമായൊരു മാറ്റം നമുക്ക് ഈ ഒരു വർഷത്തിനിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മപുരത്ത് തന്നെ BPCLൻ്റെ നേതൃത്വത്തിൽ 100 കോടി രൂപ ചെലവിൽ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്ന പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് അനുമതിയായി. അധികം വൈകാതെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. 18 മാസം കൊണ്ട് ഈ പ്ലാന്റ് അവിടെ പണി പൂർത്തിയാവും. ഓഗസ്റ്റിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 18 മാസമാണ് BPCL പറഞ്ഞിട്ടുള്ള സമയം. അതുപോലെ ഈ ദുരന്തത്തിൻ്റെയും പാഠങ്ങൾ നാം ഉൾക്കൊള്ളുകയും സമാനമായ മാറ്റം തലസ്ഥാന നഗരിയിലും കേരളത്തിലാകെയും ഉണ്ടാക്കുകയും ചെയ്യും.
കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം പൂർണ്ണമല്ല, ഇനിയും ഒരുപാട് മാറാനുണ്ട്. ആ മാറ്റത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്ന, അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ, വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദാരുണ സംഭവമാണ് ആമയിഴഞ്ചാൻ തോടിലുണ്ടായത്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിനുള്ള വേദിയുമല്ല ഇത്. ശുദ്ധീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതോടൊപ്പം ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതുമാണ്. നിങ്ങളത് നേരിട്ട് അനുഭവിച്ചവരാണ്. ഇത്രയും മാലിന്യം അവിടെ വന്നടിഞ്ഞു കൂടിയത്, അത് നേരിട്ടത് അനുഭവിച്ചവരാണ് നിങ്ങളെല്ലാവരും. അത് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതും എല്ലാവരുടെയും മനോഭാവം മാറ്റാൻ, മലയാളികൾ മാലിന്യത്തോട് പുലർത്തുന്ന മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കാരണമാവേണ്ടതുമായ ഒരു ദാരുണ സംഭവമാണ്. അതിനുള്ള ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമായി, ഫലപ്രദമായി, കാര്യക്ഷമമായി, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ മാറ്റം കേരളത്തിലാകെയും തിരുവനന്തപുരത്തും നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഇനി സമാനമായൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇറങ്ങേണ്ടി വരാത്ത തരത്തിലുള്ളൊരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തവരെന്ന നിലയിൽ നിങ്ങളോടും നൽകാനുള്ള ഉറപ്പ്, ആ മാറ്റം ഉണ്ടാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ്. ഈ ഫയർഫോഴ്സിൻ്റെ സേവനങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സമാനതകളില്ലാത്ത ഈ രക്ഷാദൗത്യത്തിൻ്റെ വാർത്ത വന്ന് തൊട്ട് പിന്നാലെയാണ് ചിറ്റൂരിൽ നിന്ന് ഇന്നലെ വാർത്ത വന്നത്. ഞാൻ ആ സമയത്ത് എറണാകുളത്തായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, അവിടുത്തെ MLA കൂടിയായ ശ്രീ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹം ചിറ്റൂരിലുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും തമ്മിൽ ഈ സമയത്ത് നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു തത്സമയ വിവരണം എന്നതുപോലെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ അവിടെ നിന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അതും തത്സമയം ലോകം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ട്. ദുരന്തങ്ങളുടെ കാലത്ത്, പ്രതിസന്ധികളുടെ കാലത്ത് ഫയർഫോഴ്സ് എങ്ങനെയാണ് നാടിൻ്റെ രക്ഷകരായി മാറുന്നത് എന്നതിന് അനേകം അനുഭവങ്ങൾ നേരത്തെയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഈ 2 സംഭവങ്ങൾ അതിനടിവരയിട്ടിരിക്കുകയാണ്. പ്രളയകാലത്ത് നാം കണ്ടിട്ടുണ്ട്. 2018 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം, 19 ആവർത്തിച്ച പ്രളയം, അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ എല്ലാം കാലത്ത് ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിച്ച ചരിത്രം കേരളത്തിലെ ഫയർഫോഴ്സിനുണ്ട്. ആ പാരമ്പര്യവും ചരിത്രവും ഉയർത്തിപ്പിടിക്കുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തകരെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ